ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ ഒരു നാടൻ സ്റ്റൈലിൽ കുരുമുളക് ഇട്ട് വരട്ടിയെടുത്ത ഒരു കിടുക്കാച്ചി അയിലക്കറിയാണ് കേട്ടോ തയ്യാറാക്കുന്നതിന്. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 4 അയില എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ 3 അയിലയാണ് കേട്ടോ ഞാൻ കറി വയ്ക്കുന്നത്. ഒരു അയില ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാൻ കേട്ടോ. അപ്പം മീനെ ഞാൻ ആദ്യം ക്ലീൻ ചെയ്യട്ടെ കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ മീൻ ക്ലീൻ ചെയ്യുന്ന രീതിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. പലരും പല സ്റ്റൈലായിരിക്കും. പല സ്റ്റൈൽ വന്നാൽ ചിലർ തല ഒന്നും എടുക്കലുണ്ടാവില്ല, പക്ഷേ ഞങ്ങളുടെ വീട്ടിലിവിടെ തലയൊക്കെ എടുക്കും കേട്ടോ. അപ്പം തല ഇങ്ങനെ സൈഡിലത് ചെളുക്കത ഇതും കൊണ്ട് നന്നാക്കി കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് വലിച്ചെടുത്തിട്ട് അതിൻ്റെ മുള്ളും ഒക്കെ വെട്ടി മാറ്റിയിട്ട് നമ്മൾ നട്ട് കട്ട് ചെയ്യണം കേട്ടോ. കുറച്ച് വലുപ്പത്തിലാട്ടോ തല കട്ട് ചെയ്തെടുക്കുന്നത്. കാരണം ഇവിടെ തല കഴിക്കാനുള്ള ആളുകൾ വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ഇതിൻ്റെ പൂവൊക്കെ ഇങ്ങോട്ട് വലിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ കുടലും ഒക്കെ ഇങ്ങോട്ട് പുറത്തെടുത്തിട്ട് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് വലുപ്പത്തിൽ കട്ട് ചെയ്യുന്നത് നമ്മൾക്ക് ഈ തല മാത്രം കൂട്ടി ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പക്ഷേ എനിക്ക് ഇഷ്ടം ഈ നടുഭാഗമാണ് കേട്ടോ. ഞങ്ങളുടെ വീട്ടിലൊക്കെ, സ്വന്തം വീട്ടിലൊക്കെ തല കൂട്ടാത്തവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ വാലും നടുക്കെ മാത്രമേ കഴിക്കുള്ളൂ. അപ്പോൾ ആ മീൻ ഞാൻ നന്നാക്കി ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു മീൻ ഞാൻ പൊരിക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ 3 മീനാട്ടോ ഞാൻ കറിയൊക്കെ എടുക്കുന്നത്. ഇനി നമ്മളിതിലേക്കൊരു സ്പെഷ്യൽ മസാല തയ്യാറാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ മുഴുവൻ മല്ലിയാണ് കേട്ടോ, ഒരു 1.5 കരണ്ടി മല്ലിയാണ് കേട്ടോ എടുക്കുന്നത്. 1.5 കരണ്ടി മീൻസ് 1.5 ടേബിൾ സ്പൂൺ കേട്ടോ. അപ്പം അതും ഒരു സ്പൂണിന് കുരുമുളകാണ് കേട്ടോ. ഇതിൽ കുരുമുളകിൻ്റെ ടേസ്റ്റാണ് കേട്ടോ കുറച്ച് മുന്നിട്ട് നിൽക്കുന്നത്. അതും പിന്നെ ഒരു 1/4 സ്പൂണ് പെരിഞ്ജീരകം, ഒരു 5 ചെറിയ വറ്റൽമുളകും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ പോവാണ്. ഇനി മുഴുവൻ കുരുമുളക് ഇല്ലെങ്കിൽ നമുക്ക് 1 സ്പൂണ് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ മുഴുവൻ മല്ലി എങ്കിൽ നമുക്ക് മല്ലിപ്പൊടി ഒരു 1.5 ടേബിൾ സ്പൂണ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഇതൊന്ന് റോസ്റ്റ് ചെയ്യാൻ പോവാണ്. ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് റോസ്റ്റ് ചെയ്ത് എടുക്കുന്നത്. ഏകദേശം ഇത് റോസ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കരിഞ്ഞു പോയാലൊരു ബ്ലാക്ക് കളറ് ഫീൽ ചെയ്യും. പ്രത്യേകിച്ച് നമ്മൾ കുരുമുളക് ഇടുന്നതുകൊണ്ട് തന്നെ ചെറിയൊരു ബ്ലാക്ക് കളർ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഞാൻ ഒരു 1/2 മുറി തേങ്ങ കൊത്താണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ജസ്റ്റ് ഒന്ന് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ സെയിം പാത്രത്തിലിട്ടിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ. അപ്പം നമ്മളിത് പാൻ അടുപ്പത്ത് വയ്ക്കാൻ പോവാണ്. എന്നിട്ട് വെറുതെ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യുക. ഈ സമയത്ത് വെളിച്ചെണ്ണ ഒഴിക്കരുത്. ഇതിൻ്റെ വെള്ളത്തിൻ്റെ കണ്ടൻ്റൊക്കെ ഒന്ന് വറ്റി ഏകദേശം ഒന്ന് ഡ്രൈ ആയതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മൾ സാധാരണ ചിരകിയ തേങ്ങ ആണെങ്കിലും സെയിം മെത്തേഡ് തന്നെ യൂസ് ചെയ്യുക. നമുക്ക് തേങ്ങ പെട്ടെന്ന് സെറ്റായി കിട്ടും. ഏകദേശം ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിത് ഇറക്കി വെക്കാൻ പോവാണ്. ഇറക്കി വെച്ചതിന് ശേഷം ഞാനത് ഒരു 1/2 സ്പൂണ് കാശ്മീരി ചില്ലിയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ജസ്റ്റ് ഒരു കളർഫുള്ളിന് വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ കുരുമുളക് കുറച്ച് കൂടുതൽ ഇട്ടുകൊണ്ട് നമ്മുടെ കറിക്ക് ഒരു ചെറിയൊരു കളർ വ്യത്യാസം ഉണ്ടാവും, ഒരു ബ്ലാക്ക് കളർ ഫീൽ ചെയ്യും. അത് ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇത് കൂടുതൽ സ്പൈസി ആണെന്ന് എല്ലാവരും വിചാരിക്കും, പക്ഷേ വല്ലാണ്ട് സ്പൈസി അല്ല കേട്ടോ. ചൂടാറിയതിന് ശേഷം ഞാനിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ തേങ്ങാക്കൊത്തും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി തേങ്ങാക്കൊത്ത് ഇതിൻ്റെ കൂടെ ഇടാൻ താല്പര്യമില്ലാത്തവർക്ക് ആദ്യം ഈ മസാല ഒക്കെ പൊടിച്ചിട്ട് മാറ്റി വെച്ചതിന് ശേഷം തേങ്ങാക്കൊത്ത് സെപ്പറേറ്റ് ആയിട്ട് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ആദ്യം ഞാനിതൊന്ന് നന്നാക്കി പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ പൊടിച്ചെടുക്കാൻ പോവാണ്. നന്നാക്കി പേസ്റ്റാക്കി പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, കുറച്ച് ചുവന്നുള്ളി, ഒരു 3 പച്ചമുളക്, 2 വെളുത്തുള്ളീൻ്റെ അല്ലിയും ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയും. വെളുത്തുള്ളിയും ഇഞ്ചിയും നമ്മൾ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായി ചൂടായതിന് ശേഷം 1 സ്പൂണ് കടുക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് നമ്മൾ ഓവറായിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു 3-4 മിനിറ്റൊക്കെ വഴറ്റിയെടുത്താൽ മതി. ഇനി ഞാൻ ഇതിലേക്ക് അരിഞ്ഞു വെച്ച ടൊമാറ്റോ ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതൊന്ന് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് ഞാൻ നമ്മൾ അടിച്ച് വെച്ച ഗ്രേവിയാണ് ഇട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നാക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലെ എണ്ണ തെളിഞ്ഞ് വന്നതിന് ശേഷം മാത്രം നമ്മൾ മീൻ ആഡ് ചെയ്ത് കൊടുക്കാൻ. കറിക്ക് വേണ്ടിയിട്ട് 1 സ്പൂണ് മഞ്ഞൾപ്പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നപ്പോൾ മീൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് പുളി ഞാൻ ഓൾറെഡി കുതിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നന്നാക്കി പിഴിഞ്ഞിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. ഇത് കുറച്ചൊരു ഗ്രേവി ഇല്ലാത്ത ടൈപ്പ് കറിയാണ് കേട്ടോ, കുറച്ച് തിക്നെസ് ഉള്ള. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി കറിക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കട്ടോ. അപ്പം ഏകദേശം ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറിയൊക്കെ നന്നാക്കി വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം നല്ല കുരുമുളകിൻ്റെ സ്മെല്ലാണ് കേട്ടോ വരുന്നത്. ഇനി നമ്മൾ ഇറക്കി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് തുറന്ന് നോക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ കറിയൊക്കെ നല്ല തിക്നെസ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് പറ്റിയ കോമ്പിനേഷൻ എന്താ പറയുക, കപ്പയാണ് കേട്ടോ. കപ്പ നന്നാക്കി ഉടച്ചെടുത്തിട്ട് അതിൻ്റെ മേലെ കറി ഒഴിച്ചിട്ട് മീൻ കൂട്ടി കഴിക്കുമ്പോഴല്ലോ സംഭവം സൂപ്പറാണ്. കൂടെ ഒരു ഗ്ലാസ് കട്ടൻ ചായ. ഔഫ്. അപ്പം ഞാൻ കറി സെർവ് ചെയ്യാൻ പോവാൻ കേട്ടോ. ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ചോറ് കഴിക്കാൻ പോവാം കേട്ടോ. ചോറിന് ഉള്ള കോമ്പിനേഷൻ പപ്പടം അച്ചാറാണ്. അപ്പം നമ്മുടെ കറിയൊക്കെ അതാ വിളമ്പി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുള്ളത് ഒന്ന് ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും മറക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.